ഇപ്പോൾ കോഴിക്കോട് MP കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ MK രാഘവൻ, ഇപ്പോൾ ഈ വാർത്ത അതിൽ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം DNA പരിശോധന നടത്തണമെന്നുള്ളതാണ്. നമുക്കിതിൽ ഒരു സ്ഥിരീകരണവും ഇല്ല ഇത് ആരുടേതാണ് എന്നൊക്കെയുള്ള കാര്യത്തിൽ. അതൊരു റിമോട്ട് ഏരിയയാണ്. അങ്ങോട്ടേക്ക് പോലീസ് സംവിധാനങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? താങ്കൾക്ക് പുതുതായി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ശ്രീ MK രാഘവൻ? ഞാൻ ലോക്കൽ MLA സതീഷുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് വിളിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് ബോഡിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് സ്ഥിരീകരണം ഇപ്പം ആർക്കും കൊടുക്കാൻ കഴിയില്ല. കാരണം ജീർണിച്ചൊരവസ്ഥയിലാണ്. അതുമാത്രമല്ല DNA ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ജില്ലാ ഭരണകൂടവും MLAയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് അദ്ദേഹം എന്നെ അറിയിച്ചിട്ടുള്ളത്. അതെ, ഇപ്പോൾ ഇത് നിലവിൽ ഇത് കുറച്ച് ദൂരെ നിന്നാണ് ഈ മൃതദേഹം കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഒരു മത്സ്യത്തൊഴിലാളി അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെ ഒരു മൃതദേഹവും കിട്ടിയത്. കാലിൽ വല കുടുങ്ങിയ രീതിയിലൊക്കെയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ തീർച്ചയായും ഒരു പോലീസിൻ്റെയൊക്കെ പരിശോധന, അതിനുശേഷം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം, ഇതൊക്കെ ആവശ്യമുണ്ട്. ഇതെപ്പോഴത്തേക്ക് ലഭിക്കുമെന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശ്രീ രാഘവൻ. അല്ല, എന്നോട് MLA പറഞ്ഞ തുടർന്നുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ ചെയ്തു വരികയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം DNA ടെസ്റ്റ് നിർബന്ധമാണ്. അതിലൂടെ മാത്രമേ ഈ ആരാണ് എന്ന് കണ്ടെത്താൻ സാധിക്കൂ. അദ്ദേഹം ജില്ലാ ഭരണകൂടവും മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ അടിയന്തരമായി തന്നെ ഇടപെട്ടിട്ടുണ്ടോ? ഇടപെട്ടു എന്നാണ് എന്നോട് MLA പറഞ്ഞത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു കൊടുക്കാൻ അദ്ദേഹം. താങ്കൾ സംസാരിച്ചത് സതീഷ് കൃഷ്ണസൈലുമായാണ്, MLA? അതെ. ശരി, നന്ദി ശ്രീ MK രാഘവൻ MP. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ DNA പരിശോധനയടക്കം നടത്തുമെന്ന ഉറപ്പ് ലഭിച്ചു എന്നാണ് MK രാഘവൻ MP പറഞ്ഞത്. അദ്ദേഹം സതീഷ് കൃഷ്ണസൈൽ MLAയുമായി, കാർവാർ MLA ആണ്, അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ഷിരൂരിൽ നിന്ന്, അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുക എന്നുള്ളതും കുറച്ച് സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷേ അതിൽ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന്. ആ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് കോഴിക്കോട് MP നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ അറിയുകയാണ്. അതായത് ഏറ്റവും പ്രധാനം, സതീഷ് കൃഷ്ണസൈൽ MK രാഘവൻ MPയോട് പറഞ്ഞിട്ടുള്ളതാണ്. DNA പരിശോധന ഉൾപ്പെടെ നടത്തും എന്ന് പറയുന്നു. ജില്ലാ ഭരണകൂടത്തിൻ്റെ അടിയന്തര ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ പോലീസ് ഉൾപ്പെടെ എത്തിച്ചേരും അല്പസമയത്തിനകം എന്നൊക്കെ ുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അരുണിന് കൂടുതലായി വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അനുജ, നിലവിൽ നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇത് ഗുണ്ട ലോക്കൽ പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സംഘം, അവിടെ നിന്നുള്ള 3 പോലീസുകാർ നിലവിൽ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ നേരത്തെ DYSPയുടെ ഉൾപ്പെടെ നിർദ്ദേശപ്രകാരം അങ്കോല സ്റ്റേഷനിൽ നിന്ന് ഒരു ഉന്നത പോലീസ് CI റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി അങ്ങോട്ട് എത്തിച്ചേരണം. അതിനുശേഷമായിരിക്കും അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയെ കൂടി അല്പസമയം മുമ്പ് ആ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് MP ഉൾപ്പെടെ സൂചിപ്പിച്ച പോലെ ജില്ലാ ഭരണകൂടം ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പ്രതിനിധിയെ നിലവിൽ ഈ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്. നിലവിൽ ലോക്കൽ പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള 3 ഉദ്യോഗസ്ഥർ നിലവിൽ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും അവർ പരിശോധന നടത്തിയിട്ടില്ല. അങ്കോല സ്റ്റേഷനിൽ നിന്ന് നിലവിൽ ഇപ്പോൾ DYSP നിയോഗിച്ചിട്ടുള്ള CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അവിടെ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ അവിടെ നിലവിൽ എത്തിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധി കൂടി അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും. ആ സ്ഥലം MLA ഉൾപ്പെടെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. MLA ഉൾപ്പെടെ അങ്ങോട്ട് പോകുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും വിവരവും പങ്കുവെക്കണമെങ്കിൽ അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കണം. പോലീസിന്റെ പരിശോധന നിലവിൽ അവിടെ ആരംഭിച്ചിട്ടുള്ള ആദ്യ സംഘം ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രദേശവാസികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ അവർ എന്തെങ്കിലും ഒരു പരിശോധനയിലേക്ക് കടന്നിട്ടില്ല. നേരത്തെ അങ്കോല CI ഉൾപ്പെടെ അങ്ങോട്ട് എത്തിച്ചേർന്നാൽ അവർ ഈ അടുത്ത തുടർ നടപടികൾ സ്വീകരിക്കും. നിലവിലിപ്പോൾ കാർവാർ MLA ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് DNA ടെസ്റ്റ് ഉൾപ്പെടെ നടത്തി അതിൽ
അതിലൊരു ഔദ്യോഗികമായി വ്യക്തത വരുത്തുമെന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം. നിലവിൽ ഇപ്പോൾ നമുക്ക് ഇതിലെ സാധ്യതകൾ മാത്രമേ പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ. പ്രദേശവാസികളും നിലവിൽ ആ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും പങ്കുവച്ച വിവരം അത് ഈശ്വർ മാൽപ്പയോടും നമുക്കും പ്രാദേശികമായി അവിടുന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതിന് ഒരുപാട് പഴക്കമുള്ള മൃതദേഹമല്ല, ഒരുപാട് ആ മൃതദേഹം ജീർണിച്ചിട്ടില്ല എന്നതാണ് അതൊരു പൊതുവെ ആ മൃതദേഹത്തിൻ്റെ സ്വഭാവം ഉൾപ്പെടെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ മണ്ണിടിച്ചിൽ കാണാതായവരുടെ മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന കാര്യം അവർ പറയുന്നത്. നമുക്കറിയാം 21 ദിവസം പിന്നിട്ടു ഇവരെ കാണാതായിട്ട്. നിലവിൽ 3 പേര്, അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ്. സ്വാഭാവികമായും ആരുടേതെങ്കിലും ഒരു മൃതദേഹമാണെങ്കിൽ അല്പം കൂടി ജീർണിച്ച നിലയിലായിരിക്കും ആ മൃതദേഹം എന്നാണ് അതിൻ്റെ സ്വഭാവം ഉൾപ്പെടെ പറയുന്നത്. നിലവിൽ അത്രത്തോളം മൃതദേഹത്തിനൊരു ജീർണിച്ച നിലയിലല്ല എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു പുരുഷന്റെ മൃതദേഹമാണ്. അവർ കൂടുതലായി അതിൻ്റെ ഒരു സാധ്യത പറയുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം തന്നെയാണെന്നുള്ള ഒരു സാധ്യതയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പങ്കുവെക്കുന്നത്. എന്നാൽ അതിലൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എന്തായാലും ആവശ്യമാണ്. അതിനാണ് ഈ പോലീസ് സംഘത്തിൻ്റെ ഉൾപ്പെടെ പരിശോധന ആവശ്യമുള്ളത്. നിലവിൽ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധിയെ നിലവിൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങോട്ട് എത്തിപ്പെടുക എന്നുള്ളത് ഒരല്പം ദുഷ്കരമാണ്. കാരണം ഇത് നിലവിൽ ഈ ഷിരൂരിൽ നിന്നൊക്കെ കുറച്ച് അധികം ദൂരമുണ്ട്. നിലവിൽ ഈ ഔദ്യോഗിക സംഘങ്ങളൊക്കെ അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ അല്പം സമയമെടുക്കും. അതാണ് നിലവിൽ ഇപ്പോൾ ഇതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ വൈകാനുള്ള കാരണമെന്നാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോലീസിൻ്റെ പരിശോധന ആരംഭിച്ചാൽ തന്നെ നമുക്കൊരു ഔദ്യോഗികമായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്കതിലൊരു സ്ഥിരീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ അർജുൻ്റെ കുടുംബവും കാർവാർ MLA ഉൾപ്പെടെ അതിൽ DNA ടെസ്റ്റ് നടത്തും അല്ലെങ്കിൽ കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കാർവാർ MLA കോഴിക്കോട് MP യോട് ആ കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് ഉൾപ്പെടെ പോകും. എന്നാൽ നിലവിൽ ഉള്ള സാധ്യത അനുസരിച്ച് നിലവിൽ അർജുൻ്റെ മൃതദേഹമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ നിലവിലും പങ്കുവെക്കുന്ന വിവരം. പോലീസിൻ്റെ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനകം കൂടുതൽ കുറച്ച് വ്യക്തതയുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാനാകും. അനുജ, അരുൺ, ഇന്നലെയാണ് ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തിവെക്കരുത്, അത് പുനരാരംഭിക്കണം എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. അപ്പോൾ ആ തരത്തിലേക്ക് എന്താണ് അവിടെ ഷിരൂരിൽ നിലവിൽ നടക്കുന്നത്? ഞാൻ അരുണിലേക്ക് എത്താം. അല്പസമയം മുൻപാണ് ഷിരൂരിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്ത വന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 55 കിലോമീറ്റർ അകലെ ഗംഗാവലി പുഴയോരത്ത് അഴുകിയ നിലയിലൊരു മൃതദേഹം കണ്ടെത്തി. അത് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ് വിളിച്ചറിയിച്ചത്. ഈശ്വർ മാൽപ്പെ അല്പസമയം മുൻപ് അത് സ്ഥിരീകരിച്ചു. 11 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അത് ഗോകർണത്തിന് സമീപത്താണ്. കടലിലേക്ക് ചേരുന്ന ഇടത്ത് കാലിൽ വല കുടുങ്ങിയ നിലയിൽ പുരുഷന്റെ മൃതദേഹമാണ്. ഇതൊക്കെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹത്തിന്റെ DNA പരിശോധന നടത്തണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. അതിന് ഒരുക്കമാണ് എന്ന് കാർവാർ MLA പറഞ്ഞതായി MK രാഘവൻ MP നമ്മെ അറിയിച്ചിട്ടുണ്ട്.